ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഉണ്ടായ കലഹത്താൽ ദേവന്മാർ ശക്തി നഷ്ടപ്പെട്ട് ക്ഷീണിതരായി. മഹാവിഷ്ണുവിനോട് അവർ സഹായം തേടിയപ്പോൾ ക്ഷീരസമുദ്രത്തിൽ നിന്ന് അമരത്വം നൽകുന്നു അമൃത് പ്രാപിക്കണമെന്ന് ഉപദേശം ലഭിച്ചു. മന്ദര പർവ്വതം മഥനത്തിനായി ഉപയോഗിച്ചു. വാസുകി നാഗൻ കയറായി ഉപയോഗിച്ചു. വിഷ്ണു കൂർമ്മ മൂർത്തി പർവ്വതത്തിന് ആധാരമായി. ദേവാസുരർ ചേർന്ന് മഥനം ആരംഭിച്ചു. മഥനം തുടങ്ങിയപ്പോൾ ആദ്യം അമൃതം പ്രത്യക്ഷപ്പെട്ടില്ല, മറിച്ച് അത്യന്തം അപകടകരമായ ഹാലാഹലം പുറത്തു വരികയായി. വിഷം അത്യന്തം ശക്തിയുള്ളതായിരുന്നു. അതിന്റെ ദാഹനശക്തിയാൽ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇല്ലാതാവാൻ സാധ്യതയുണ്ടായി. വിഷത്തിന്റെ ഭയാനകതയെ മറികടക്കാൻ ഒരു മാർഗവുമില്ലാതിരുന്ന ദേവതകളും അസുരന്മാരും ഭഗവാൻ ശിവനെ അഭയം തേടി. ശിവൻ ലോകക്ഷേമത്തിനായി വിഷം താൻ പാനം ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തു. വിഷം ശിവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ദേവി പാർവതി ഉടനെ ശിവന്റെ കഴുത്ത് ഇരുകൈകൊണ്ട് അമർത്തി. ഇതിലൂടെ വിഷം ശിവന്റെ കഴുത്തിൽ മാത്രമേ നിലനിൽക്കാനായുള്ളൂ. ശിവൻ ലോകക്ഷേമത്തിനായി വിഷം കുടിച്ച ദിവസമായിട്ടാണ് ശിവരാത്രി അറിയപ്പെടുന്നത്. ശിവന്റെ ത്യാഗം ലോകത്തെ മഹാവിനാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശിവൻ ലോകരക്ഷകൻ എന്ന നിലയിൽ ആരാധിക്കപ്പെടുന്നു. ശിവരാത്രി വ്രതം പാപനാശത്തിനും ശുദ്ധീകരണത്തിനും ഭഗവാൻ ശിവന്റെ അനുഗ്രഹം നേടുന്നതിനുമുള്ള ഏറ്റവും ഉന്നത വ്രതമാണ്. ഈ ദിവസം ശുദ്ധമായ മനസ്സോടെ ഉപവാസം, ശിവപൂജ, ശിവമന്ത്രജപം, ദാനധർമ്മം എന്നിവ നിർവഹിച്ചാൽ ശിവന്റെ പരിപൂർണ അനുഗ്രഹം ലഭിക്കും.